വിൽപ്പത്രത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്നാൽ കുറേ സംശയങ്ങളും ഇതിനെക്കുറിച്ചുണ്ടാകും. ഇത്തരം സംശയങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഒരാളുടെ ജീവിതകാലത്ത് വളരെ അത്യാവശ്യമുള്ളതാണ് സ്വത്ത്, പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വസ്തുവകകൾ. ജീവിതശേഷം ഇത് ആവശ്യമില്ല. സ്വത്തുക്കൾ അനന്തരാവകാശികളിലേക്ക് പോകുന്നു. ജീവിതശേഷം തൻ്റെ പ്രോപ്പർട്ടീസ് എപ്രകാരം വിഭജിക്കപ്പെടണം എന്ന് ജീവിതകാലത്ത് തന്നെ ഒരാൾക്ക് വ്യവസ്ഥ ഉണ്ടാക്കി വയ്ക്കാൻ കഴിയും. ഇതാണ് വിൽപത്രം. വിൽപത്രത്തിൻ്റെ മറ്റു പേരുകളാണ് വിൽ, മരണശാസനം, വിൽനാമ, ഒസിയത്ത്, വസിയത്ത്. ഇതൊരു ലീഗൽ ഡിക്ലറേഷനാണ്. വിൽപത്രം എഴുതുന്ന ആളുടെ ശക്തമായ ആഗ്രഹമാണ് ഇതിൽ പ്രകടമാകുന്നത്. അത്തരം ദൃഢനിശ്ചയം കൈക്കൊണ്ട് ലീഗൽ ഡിക്ലറേഷൻ നടത്താൻ നിയമപരമായ യോഗ്യതകൾ വിൽപത്രം എഴുതുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. സ്വന്തം വസ്തുവകകളെക്കുറിച്ച് മാത്രമേ വിൽപത്രം എഴുതാൻ കഴിയൂ. വിൽപത്രം എഴുതുന്നയാൾക്ക് അയാളുടെ ജീവിതകാലത്ത് എപ്പോൾ വേണമെങ്കിലും വിൽപത്രം റദ്ദ് ചെയ്യാൻ കഴിയും. വിൽപത്രം എഴുതിയ ആളുടെ മരണസമയത്ത് റദ്ദ് ചെയ്യപ്പെടാതെ ഇരിക്കുന്ന വിൽപത്രം മാത്രമേ പ്രാബല്യത്തിൽ വരൂ. ഇതിനെ ലാസ്റ്റ് വിൽ എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് പരിശോധിച്ചാണ് ലാസ്റ്റ് വിൽ കണ്ടെത്തുന്നത്. രജിസ്ട്രിയിൽ നിന്നുമാണ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇതിൽ ഒരാൾ തൻ്റെ ജീവിതകാലത്ത് എഴുതിയ എല്ലാ രേഖകളും കാണാവുന്നതാണ്. എഴുതിയ രേഖ എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചെയ്ത രേഖകൾ എന്നാണ് ഉദ്ദേശിച്ചത്. രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രം പ്രൊബേറ്റ് ചെയ്തുകൊണ്ട് നിയമസാധുത വരുത്താൻ കഴിയും. ജില്ലാ കോടതിയിൽ പ്രൊബേറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്താണ് ഇത് സാധിക്കുന്നത്. വിൽ പ്രൊബേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ രേഖയോ പ്രസ്താവനയോ ഫയൽ ചെയ്യുന്നത് 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വില്ലും ഇഷ്ടദാനവുമായുള്ള പ്രധാന വ്യത്യാസം വിൽ എപ്പോൾ വേണമെങ്കിലും റദ്ദ് ചെയ്യാമെന്നുള്ളതാണ്. എന്നാൽ ഡീഡുകൾ ഇപ്രകാരം റദ്ദ് ചെയ്യാനാകില്ല. വിൽപത്രം റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്നൊരു കണ്ടീഷൻ അതിൽ എഴുതി ചേർത്താൽ പോലും അത് റദ്ദ് ചെയ്യാൻ തടസ്സമാകുകയില്ല. റദ്ദ് വിൽ എഴുതിക്കൊണ്ടാണ് സാധാരണ റദ്ദ് ചെയ്യുന്നത്. പുതിയ വിൽ എഴുതുന്നതോടുകൂടി ആദ്യ വിൽ റദ്ദാകും. വിൽ നശിപ്പിച്ചാലും വിൽപത്രം റദ്ദാകും. അതുകൊണ്ടാണ് വിൽപത്രം പോക്കുവരവ് ചെയ്യുമ്പോൾ അസൽ വിൽപത്രവും രജിസ്ട്രിയിൽ നിന്നുള്ള അടയാള സഹിതം പകർപ്പും ആവശ്യപ്പെടുന്നത്. വിൽപത്രം എഴുതിയ ശേഷം ടെസ്റ്റേറ്റർ വിവാഹിതനായാലും ബൈ ഓപ്പറേഷൻ ഓഫ് ലോ വിൽപത്രം റദ്ദാകും. അതിനാലാണ് വിൽപത്രം പോക്കുവരവ് ചെയ്യുമ്പോൾ എല്ലാ അവകാശികളുടെയും സമ്മതമൊഴി റവന്യൂ അധികാരികൾ ആവശ്യപ്പെടുന്നത്. പോക്കുവരവ് എന്ന വീഡിയോയിൽ വിവരിക്കുന്നത് പോലെ കൈമാറാൻ ഉദ്ദേശിക്കുന്ന വസ്തുവകകൾ വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ആക്ട് പ്രകാരവും സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരവും കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി ഷെഡ്യൂൾ ചെയ്യണം. വിൽപത്രത്തിൽ അവ്യക്തതകൾ കടന്നുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലേറ്റന്റ് ഡിഫക്റ്റുകൾ വിൽപത്രത്തിൻ്റെ നിയമസാധുതയെ ബാധിക്കുകയില്ല. എന്നാൽ പേറ്റന്റ് ഡിഫക്റ്റുകൾ വിൽപത്രത്തിൻ്റെ നിയമസാധുതയെ ബാധിക്കുന്നതാണ്. കപ്പാസിറ്റി ഉള്ളവർ എഴുതുന്ന വിൽപത്രം മാത്രമേ നിയമപ്രകാരം നിലനിൽക്കൂ. മൈനറുകൾ, ബുദ്ധിസ്ഥിരതയില്ലാത്തവർ, ലഹരിക്ക് അടിമപ്പെട്ടവർ തുടങ്ങിയവരുടെ വിൽപത്രം നിയമപരമല്ല. മുഹമ്മദീയരുടെ വിൽപത്രം നിലനിൽക്കുന്നതല്ല. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ 1/3 വരെ സ്വത്തുക്കൾ അവകാശികളല്ലാത്തവർക്ക് വിൽപത്രം മുഖേന നൽകാവുന്നതാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി വിൽപത്രം എഴുതാം. വഞ്ചന, അമിത സ്വാധീനം, സ്വൈര്യം കെടുത്തൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് സമ്പാദിക്കുന്ന മരണശാസനം ശൂന്യമാകുന്നതാണ്. വിൽപത്രം കുറഞ്ഞത് 2 സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിച്ചിരിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വിൽപത്രം പിന്നീട് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നാൽ ഇതേ സാക്ഷികളുടെ മൊഴിയെടുത്താണ് നടപടികൾ പൂർത്തിയാക്കുന്നത്. സീൽഡ് കവറിൽ ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിൽ വിൽപത്രം ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. വിൽപത്രം എഴുതിയ ആളുടെ മരണശേഷം ഈ വിൽപത്രം സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് രജിസ്ട്രേഷന് അയക്കുന്നു. പവർ ഓഫ് അറ്റോർണി വെച്ച് വിൽപത്രം എഴുതാൻ കഴിയുമോ? ഇല്ല. വിൽപത്രം 2 വിധമുണ്ട്: പ്രിവിലേജ്ഡ് വിൽ ആൻഡ് അൺപ്രിവിലേജ്ഡ് വിൽ. സൈനികർക്ക് വിൽപത്രം എഴുതുന്നതിനുള്ള പ്രത്യേക അവകാശമാണ് പ്രിവിലേജ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളതെല്ലാം അൺപ്രിവിലേജ്ഡ് വിൽ ആണ്. ഒരു വിൽപത്രത്തിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്നതിന്
വിൽ പൂർണ്ണമായി റദ്ദ് ചെയ്യണമെന്നില്ല. മാറ്റങ്ങൾ സപ്ലിമെൻ്ററിയായി എഴുതി തയ്യാറാക്കാവുന്നതാണ്. അതിനെ കൊഡിസിൽ എന്നാണ് പറയുന്നത്. കൊഡിസിൽ ആ വിൽപത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായി കരുതണം. ഒരു പത്രം വിൽപത്രമാകണമെങ്കിൽ വളരെ സ്ട്രോങ് ആയ ഒരു ലീഗൽ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. അല്ലാത്ത വിൽപത്രങ്ങൾ വോയിഡ് ആയിരിക്കും. വിൽപത്രം വോയിഡ് ആണെങ്കിൽ സക്സഷൻ നിയമങ്ങൾ പ്രകാരം പിന്തുടർച്ചാ പോക്കുവരവാണ് ചെയ്യേണ്ടത്. വിൽപത്രത്തിലൂടെ എന്തൊക്കെ കൈമാറാം? സ്ഥാവര ജംഗമ സ്വത്തുക്കൾ വിൽപത്രത്തിലൂടെ കൈമാറാം. ശരീരശാസ്ത്ര പഠനത്തിന് നൽകുന്ന സമ്മതപത്രം, അവയവദാന സമ്മതപത്രം തുടങ്ങിയവ വിൽപത്രമാണെന്ന് പറയാനാകില്ല. അനാട്ടമി ആക്ടിനെ കുറിച്ചും മറ്റും നമ്മുടെ മെഡിസപ്പ് അവയവമാറ്റ ചികിത്സകൾ എന്ന വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. ഒരു മരണപത്രത്തിൽ പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങൾ വന്നാൽ രണ്ടാമത്തെ കാര്യം നിലനിൽക്കും. ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ വന്നാൽ തള്ളിക്കളയേണ്ടതാണ്. വിൽപത്രത്തിൽ നിന്നും നിയമാനുസൃത അവകാശികളെ ഒഴിവാക്കിക്കൊണ്ട് വിൽപത്രം എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതുമ്പോൾ ഒഴിവാക്കിയതിനുള്ള കാരണം ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. മാരേജ് ഈസ് അൺസർട്ടൺ, ഡെത്ത് ഈസ് സർട്ടൺ എന്നാണ്. ജീവിതകാലത്ത് തന്നെ വിൽപത്രം എഴുതി എല്ലാത്തിനും വ്യക്തത വരുത്തുന്നത് തികഞ്ഞ ഉത്തരവാദിത്തമാണ്. വിൽപത്രത്തിന് ഇഷ്ടദാന ആധാരത്തിനേക്കാൾ വളരെ നിസ്സാരമായ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. സ്റ്റാമ്പ് പേപ്പർ ആവശ്യമില്ലാത്തതാണ്. വിൽപത്രം എഴുതാതെ മരണപ്പെടുന്നവരുടെ വസ്തുവകകൾ പിന്തുടർച്ചാ അവകാശ നിയമങ്ങൾ പ്രകാരമാണ് വീതിക്കപ്പെടുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ പിന്തുടർച്ചാ അവകാശം സംബന്ധിച്ച പ്രധാനപ്പെട്ട 3 വീഡിയോകൾ ലീഗൽ പ്രശ്നം എന്ന ഈ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിൽപത്രം സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.